ഇപ്പോൾ ശ്രീ മിഥുൻ വിജയകുമാർ വിദേശകാര്യ വിദഗ്ധൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ മിഥുൻ വിജയകുമാർ, ഒരു അനിശ്ചിതത്വത്തിലേക്ക് ഇറാൻ പോകാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അമേരിക്കയുടെ താല്പര്യം, അവർ കൂടി താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ അവിടെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. ഇറാനെ പോലൊരു വലിയ രാജ്യത്ത് നമുക്കറിയാം, അവിടുത്തെ പരമോന്നതമൊക്കെ മതപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ്. അവിടെ അമേരിക്കയുടെ മറ്റു പല രാജ്യങ്ങളിലും അവർ ഉപയോഗിച്ച തന്ത്രം ഇവിടെ വിനിയോഗിക്കാനാകുമെന്നും അത് ഫലപ്രദമാകുമെന്നും കരുതുന്നുണ്ടോ? ഇറാനെ സംബന്ധിച്ച് ഇറാനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, രഞ്ജിത്ത്, എനിക്ക് ചെറിയ എക്കോ വരുന്നുണ്ട് എന്റെ വോയിസ് തന്നെ. കട്ട് ചെയ്യാം സർ. ഓക്കെ. സോ നമ്മൾ ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ഒരു നമ്മൾ ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ, ഷാ ഭരിക്കുന്ന കാലത്ത് ആക്ച്വലി ഒരു മൊണാർക്കി അവിടെ ഉണ്ടായിരുന്ന കാലത്താണ് ഇറാൻ കൂടുതൽ ലിബറൽ ആയിട്ട് നമുക്ക് തോന്നിയത്. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ റെവല്യൂഷൻ നടക്കുന്നു. പിന്നീട് ഈ ഇസ്ലാമിക് റെവല്യൂഷന് ശേഷം വരുന്ന ഗവൺമെന്റ് ആണ് ഇത്തരത്തിലുള്ള ഇറാനെ ഒരു ഭയങ്കര ഒരു ഇസ്ലാമിക് രാജ്യമാക്കി മാറ്റുന്നു. അവർക്ക് പല റെസ്ട്രിക്ഷൻസും, സിറ്റിസൺസിന് മേൽ വലിയ രീതിയിലുള്ള കൺട്രോൾ വരുന്നു. അപ്പൊ അതുകൊണ്ട് ആളുകൾ അത്ര ഹാപ്പി അല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അമേരിക്ക ആ റീജിയനെ ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമോ ഇല്ല എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. കാരണം ഇറാന്റെ അടുത്ത ലീഡർഷിപ്പ് ആയിരിക്കും അവിടെ ആക്ച്വലി ഇറാനും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ഡൈനാമിക്സ് തീരുമാനിക്കുന്നത്. ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു പ്രീ പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ്. കാരണം ഈ വെനസ്വേലൻ പ്രസിഡന്റിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയും വെനസ്വേലയിലെ ഓയിൽ കൺട്രോൾ മൊത്തം അമേരിക്ക നേടിയെടുക്കുകയും ചെയ്തത് ഒരു പക്ഷേ ഇറാനിൽ വരാൻ പോകുന്ന ഈ ഒരു മാറ്റം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം ഇപ്പം സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തിരിക്കാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ വലിയൊരു ഓയിൽ ക്രൈസിസ് സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യാൻ അമേരിക്ക ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറാനിലെ ഈ ഒരു ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും അമേരിക്ക ഈ ഒരു റീജിയണൽ കൺട്രോൾ എടുക്കാൻ ആഗ്രഹിക്കുകയും ഇസ്രായേലിനെ സംബന്ധിച്ച് കൂടുതൽ ഒരു മിഡിൽ ഈസ്റ്റ് ഒരു പവറായി മാറുകയും, അപ്പം ഇസ്രായേലും ഈ സുന്നി നേഷൻസും ആയിരിക്കും ഇനി അവിടുത്തെ ഒരു മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈ ഒരു മിഡിൽ ഈസ്റ്റിലെ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ വരാൻ പോകുന്ന ഇനി അടുത്ത ലീഡർഷിപ്പാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുക. അതിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഒരു വലിയ പങ്കുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാന്റെ തലമുറക്കാരനായ ഷാന്റെ മുമ്പത്തെ ഷാന്റെ വംശ അയാളുടെ മകൻ അദ്ദേഹം തിരിച്ചു വരാനുള്ളൊരു വലിയ നീക്കം നടത്തുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് ഇപ്പോഴും അവിടെ ഉണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇപ്പോഴും വരാൻ കഴിയില്ല. പക്ഷെ അവിടെ വരാനുള്ള സാധ്യതകൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരികയും അവിടെ അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സായി നിൽക്കുന്ന ആളുകളുടെ ഒരു കൺട്രോൾ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അമേരിക്കയ്ക്ക് ഇറാൻ എന്ന റീജിയൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു മൊത്തം രാജ്യത്തും ആ ഒരു റീജിയനിലും കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഡെവലപ്മെന്റിനെയും വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ശ്രീ മിഥുന്, ഒപ്പം ഈ ചില വാർത്തകൾ പുറത്തു വരുന്നത് ഈ ഇത്ര പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിൽ ഈ സമാധാന ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ഇത്തരം ഒരു ആക്രമണത്തിലേക്ക് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ പോയതിന് പിന്നിൽ ഒരു കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഈ മിസൈൽ ആക്രമണത്തിന് ഇസ്രായേൽ US നീക്കത്തിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണത്തിന് കോപ്പ് കൂട്ടിയിരുന്നു എന്നുള്ളതാണ്. കാരണം പശ്ചിമേഷ്യയിലൊക്കെ ഇവരുടെ ചുറ്റും നിരവധി ആയുധ സന്നാഹങ്ങൾ അമേരിക്ക ഒരുക്കിയിരുന്നല്ലോ. അതിനെ എതിരിടാനായി ഒരു മിസൈൽ ആക്രമണത്തിന് ഇറാൻ കോപ്പ് കൂട്ടിയിരുന്നു. അത് മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് കടന്നത് എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടാകുമോ? അതിനെ തീർച്ചയായിട്ടും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നെ ഇപ്പോഴും സംശയത്തിലാക്കുന്നത്, ഇത്രയധികം ഹെവി സെക്യൂരിറ്റി ഉള്ള ഈ പാലസ്, അതായത് സുപ്രീം ലീഡറിന്റെ പാലസ്, അവിടെ IRGCന്റെ ഫുൾ കൺട്രോൾ ഉണ്ട്. അവിടെ അവർക്ക് വലിയ അവരുടെ വലിയൊരു പ്രൊട്ടക്ഷൻ ഫോഴ്സ് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ് ഒന്നും തന്നെ ഇഫക്റ്റീവ് ആയിരുന്നില്ല. ഇവർക്ക് തകർത്ത് തരിപ്പണമാക്കാൻ സാധിച്ചുവെങ്കിൽ അതിൽ അത്യാവശ്യം നല്ലൊരു പ്ലാനിംഗ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറാൻ തീർച്ചയായിട്ടും ഇറാനെ ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയോ, അല്ലെങ്കിൽ ഇറാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു അറ്റാക്കിലേക്ക് പോയി എന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിലയിരുത്തേണ്ടതായിട്ട് തന്നെ ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ദുബായിലാണെങ്കിൽ, UAE-യിലാണെങ്കിലും ബഹ്റൈനിലാണെങ്കിലും ഒക്കെ തന്നെ ഇറാന്റെ വലിയ രീതിയിലുള്ള അറ്റാക്സ് നടന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ കാരണം എന്തായിരുന്നു, അല്ലെ എങ്ങനെ അതിലേക്ക് എത്തുന്നു എന്നത് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. നന്ദി ശ്രീ മിഥുൻ വിജയകുമാർ. അജയ് സുധാ ബിജു പറഞ്ഞു വന്നത് ഇറാനിലെ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉടനെ ഉണ്ടാകും. പക്ഷേ ദുഃഖാചരണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അയത്തുള്ള അലി ഖമേനിക്ക് ഒരു പിൻഗാമിയെ പ്രഖ്യാപിക്കണം. അവിടുത്തെ പ്രധാന പൊസിഷനുകളിൽ ആളെ കൊണ്ടുവരണം. ഒപ്പം റെവല്യൂഷണറി ഗാർഡ്സിൻ്റെ ആത്മവീര്യം അത് കെടാതെ വെക്കുകയും വേണം. അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട് ഇറാന് മുൻപിൽ ഇനി.
അതെ, തീർച്ചയായിട്ടും ഇറാനിൽ ഈ ഒരു അവർക്ക് സൈനികമായി അവർ ഏറെക്കുറെ സുസജ്ജമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അവരുടെ IRGC അവിടെയുള്ള ചില പ്രമുഖ നേതാക്കളെയൊക്കെ നേരത്തെ കൊലപ്പെടുത്തിയെങ്കിലും അവർ ഉടനെ തന്നെ പുതിയ മിലിറ്ററി ചീഫുകളെ നിയോഗിച്ച് ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്ന കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ സൈനിക ചീഫുമാരെ കൊലപ്പെടുത്തി പുതിയ ആളുകളെ നിയോഗിച്ച് ഉടനടി തന്നെയാണ് ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും 27 സൈനിക ബേസുകളെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയത്. അപ്പോൾ സൈനികമായി ഇറാനിൽ ഇപ്പോൾ നിലവിലൊരു അനിശ്ചിതത്വം അവർ നേരിടുന്നില്ല. ഇവിടെ ഈ IRGCയുടെ മുഴുവൻ ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അവരുടെ റിസർവ്ഡ് സൈനികരും കൂടി ചേർത്ത് 8 ലക്ഷം സൈനിക ബലം അവർക്കുണ്ട്. ആക്റ്റീവായിട്ടുള്ള 2 ലക്ഷം സൈനികരാണ് ഉള്ളത്. യുദ്ധരംഗത്ത് കരസേനയിൽ മാത്രം പോരിന് തുനിഞ്ഞുകൊണ്ട് 1 ലക്ഷം സേനാംഗങ്ങൾ അവർക്കുണ്ട്. 10,000 രഹസ്യാന്വേഷണ വിഭാഗത്തിലെ അംഗങ്ങളും 20,000 നാവിക വിഭാഗത്തിലെ അംഗങ്ങളും ഈ ഒരു IRGCയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ഒരു അനിശ്ചിതത്വം നിലവിൽ നേരിടുന്നത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലും അവിടുത്തെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുന്നതിലുമാണ്. അതിലിപ്പോൾ ഏറെക്കുറെ ഇപ്പോൾ ഇന്നത്തോടെ അവരൊരു താൽക്കാലിക ഭരണകൂടം നിർമ്മിച്ച് ഈ ഒരു രാഷ്ട്രീയ മേഖലയിലെ അനിശ്ചിതത്വം അത് താൽക്കാലികമായി അത് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടക്കുന്നത്. ഇനി ആയത്തുള്ള അലി ഖമനയുടെ അടുത്ത പിന്തുടർച്ച അവകാശിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ഈ സമിതിയെ കൂടാതെ തന്നെ 88 അംഗങ്ങളുള്ള ഒരു ആത്മീയ സമിതി കൂടി ചേർന്നാണ് പ്രത്യേക തീരുമാനമെടുക്കേണ്ടത്. ഈ 88 അംഗങ്ങളുള്ള ആത്മീയ സമിതിയും പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള നേരത്തെ പറഞ്ഞ 3 അംഗ സമിതിയും കൂടി ചേർന്നാണ് അടുത്ത അവകാശിയെ തിരഞ്ഞെടുക്കുന്നത്. അടുത്ത അവകാശിയായി പ്രധാനമായിട്ടും ഈ പേര് ഉയർന്നു വരുന്നത് ആയത്തുള്ള അലി ഖമനയുടെ മകനായിട്ടുള്ള മുസ്തഫ ഖമനയാണ്. അത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകനാണ്. മുൻപ് സൈന്യത്തിൽ ഉൾപ്പെടെ അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. നിരവധി ബിസിനസ് സാമ്രാജ്യങ്ങളുള്ള ഒരു വലിയ ബിസിനസ് മാഗ്നറ്റ് തന്നെയാണ് അദ്ദേഹം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുൻപ് ഇറാഖുമായി യുദ്ധമുണ്ടായപ്പോൾ ആ യുദ്ധത്തിൽ ഉൾപ്പെടെ ഇടപെട്ടിട്ടുള്ള ഒരു മുൻനിര പോരാളിയായിരുന്നു. IRGCയുടെ പ്രധാനപ്പെട്ട ഒരു പോരാളിയായിരുന്നു. അതിനുശേഷമാണ് ബിസിനസ് മേഖലയിൽ ഉൾപ്പെടെ കടന്ന് ഇറാനെ ശക്തിപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയത്. പക്ഷേ ഇദ്ദേഹം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇയാൾക്കൊരു ആത്മീയ പശ്ചാത്തലമില്ല എന്നുള്ളത് വലിയൊരു നെഗറ്റീവായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഫേസാണ് അലി ലാരിജാനി. ഇപ്പോൾ നിലവിൽ രൂപീകൃതമാകുന്ന താൽക്കാലിക ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നത് ഈ അലി ലാരിജാനിയാണ്. ഇപ്പോൾ പുതിയൊരു താൽക്കാലിക ഭരണകൂടം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളതും ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഇറാനിലുള്ള നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ നേതാവാണ്. അതുപോലെ തന്നെ അവിടെ മതപഠനശാലകളുടെ തലവനും അതുപോലെ അസംബ്ലി ഓഫ് എക്സ്പേർട്സിൻ്റെ നേതാവുമായിട്ടുള്ള അലി റാസ അറാഫി, ഇദ്ദേഹത്തിൻ്റെ പേരും പിന്തുടർച്ച അവകാശികളുടെ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ അതിലൊരു പ്രമുഖ പേര് തന്നെയാണ്. അതുമാത്രമല്ല അവിടുത്തെ മുതിർന്ന കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.